യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം, നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. കർത്താവാകുന്ന യേശു ക്രിസ്തുവിന് നൽകപ്പെട്ട അധികാര വിഷയങ്ങളെക്കുറിച്ച്, ആ അധികാരത്തിൻ്റെതാകുന്ന പ്രവൃത്തികൾ അതാത് സമയങ്ങളിൽ പലയിടങ്ങളിലും സംഭവിക്കപ്പെട്ടതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നതുമാകുന്ന വിഷയങ്ങളെക്കുറിച്ച്, ക്രിസ്തുവിന്മേൽ നൽകപ്പെട്ട അധികാരത്തെക്കുറിച്ച് ചിന്തിക്കപ്പെടുമ്പോൾ, ഒന്ന്, ദൈവം പുത്രനിൽ അധികാരം നൽകുകയും, രണ്ട്, പുത്രൻ നിമിത്തമായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ മനുഷ്യനിലേക്ക് ഈ അധികാരം വ്യാപിപ്പിക്കുന്നതായും കാണപ്പെടുകയാണ്. ദൈവത്താൽ ക്രിസ്തുവിൽ അധികാരവും, ക്രിസ്തു നിമിത്തം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനത്തിലേക്ക് അധികാരങ്ങൾ, മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മരണം, ജീവൻ, അധികാര വിഷയത്തിന്മേൽ, പ്രപഞ്ചത്തിന്റെ മേൽ, പൈശാചിക വിഷയത്തിന്മേൽ, ഇവിടെയെല്ലാം ക്രിസ്തുവിന്റെ അധികാരങ്ങൾ എപ്രകാരം സംഭവിക്കപ്പെടുന്നു നമുക്ക് ചിന്തിക്കാം. ശ്രദ്ധിക്കണമേ, കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെതാകുന്ന ജനനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാനൊക്കെ വായിച്ചു മനസ്സിലാക്കിയാൽ, യെരുശലേമിൽ ന്യായപ്രമാണം അനുസരിച്ച് ശിമയോൻ എന്നറിയപ്പെടുന്ന മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുപോയി പ്രാർത്ഥനയ്ക്കായി തന്റെ പിതാവും മാതാവും കൊണ്ടുപോകുന്ന നിമിഷം വരെയും കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെതാകുന്ന ജീവിത ബന്ധത്തിൽ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, മാനുഷിക അധികാരങ്ങൾ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ മേലുള്ള വാഗ്ദത്ത വിഷയത്തിന്മേൽ എതിരായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ, മറിയയുടെ ഉദരത്തിൽ ക്രിസ്തു ഉരുവാകുന്നതിന് മുമ്പായി ഈ ഉദരത്തിൽ വഹിച്ചിരിക്കുന്ന മാത്രയിൽ തന്നെ കർത്താവിന്റെ ദൂതൻ യോസേഫിന് പ്രത്യക്ഷനായതിന്റെ അടിസ്ഥാനത്തിൽ, മറിയോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് പ്രയാണം ചെയ്യേണ്ടി വന്നു. കർത്താവാകുന്ന യേശു ക്രിസ്തു തന്റെ അമ്മയായിരിക്കുന്ന മറിയയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പും ഉരുവായതിനു ശേഷവും ജനിക്കുന്നത് വരെയും 2 വയസ്സുവരെ പ്രായമുള്ള സകല കുഞ്ഞുങ്ങളെയും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുത്തുവാൻ ലോകമൊട്ടാകെ അന്നത്തെ ആ ഭരണത്തിൻ കീഴിലുള്ള ദേശത്തിൽ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ശ്രദ്ധിച്ചു കേൾക്കുക, അധികാരവർഗത്തിന്റെ കൽപ്പനകൾ അധികാരത്തോടുകൂടി പുറപ്പെടുവിച്ചപ്പോൾ, അധികാര ഉടമസ്ഥമുള്ള അധികാരിയായിരിക്കുന്ന വാഗ്ദത്തമുള്ള ക്രിസ്തുവിന്റെ പ്രാണനെ, ക്രിസ്തുവിന്റെ ജീവനെ തൊടുവാൻ അധികാരവർഗത്തിന് കഴിയത്തില്ലെന്ന് 12 വയസ്സ് വരെയുള്ള ജീവിത കാലഘട്ടം യേശുവിനെ കുറിച്ച് പഠിച്ചാൽ മനസ്സിലാകും.